ആരെങ്കിലും ഈ അപ്പം ഭക്ഷിച്ചാൽ മരിക്കുകയില്ല എന്ന് കർത്താവ് പറയുന്നു. ദിവികാരുണ്യം ഭക്ഷിക്കുന്നവൻ, കർത്താവിനെ സ്വീകരിക്കുന്നവൻ, അവൻ്റെ ജീവിതത്തിൽ ഒരു ആത്മീയമായിട്ടൊരു മരണം ഉണ്ടാകുകയില്ല. അവൻ എപ്പോഴും ഒരു ഉണർവോടുകൂടി ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിന് ഒരു ഉണർവും അതുപോലെ തന്നെ പ്രചോദനവും പ്രകാശവും നൽകുന്ന ദിവികാരുണ്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുള്ളത്. ദിവികാരുണ്യം മറ്റപ്പത്തേക്കാൾ മറ്റുള്ള എന്തിനേക്കാളും എൻ്റെ ജീവിതത്തിൽ പ്രകാശം നൽകുന്ന ദിവികാരുണ്യമാണ്. ദിവികാരുണ്യം സ്വീകരിക്കാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അങ്ങനെ ഒരു വാശി നമുക്ക് വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പാപം ചെയ്യാതിരിക്കണം. പാപം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ യേശുവിനെ മാറ്റി നിർത്തുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ദൈവത്തെയാണോ അതിന് അതുപോലെ തന്നെ എൻ്റെ പാപത്തെയാണോ ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നത്? നമ്മളൊരു വാശി, ഈ ആത്മീയ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട മറ്റു കുറേ വാശികളൊക്കെ ഉണ്ട്. ആ വാശികൾക്കപ്പുറമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാശി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എൻ്റെ ദൈവത്തെ എല്ലാ ദിവസവും സ്വീകരിക്കും ഞാൻ. ആ ദൈവത്തെ സ്വീകരിക്കും. എങ്ങനെയെങ്കിലും ഒരു മാർഗം കണ്ടെത്തി എപ്പോഴെങ്കിലും ഒരു കുർബാന കണ്ട് എൻ്റെ ദൈവത്തെ ഞാൻ സ്വീകരിക്കും. അങ്ങനെ എൻ്റെ ജീവിതം ജീവനുള്ളതാക്കി മാറ്റും. ഞാൻ മരിക്കുകയില്ല. ദൈവം എൻ്റെ ഉള്ളിൽ പ്രവേശിക്കാത്ത ദിവസം ഒരു മരണത്തിൻ്റെ ദിവസമാണ്. ആത്മീയമായിട്ട് ഉണർവില്ലാത്തൊരു ദിവസമാണ്. ദൈവത്തെ സ്വീകരിക്കുന്ന ദിവസം എനിക്ക് മരണമില്ല, ഞാൻ ജീവനുണ്ടാകുന്ന വ്യക്തിയായിട്ട് മാറുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് ദിവികാരുണ്യം സ്വീകരിക്കാത്ത, അവസാനം നമ്മൾ മരിക്കുന്നത് വരെ ദിവികാരുണ്യം സ്വീകരിക്കാത്തൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അങ്ങനെ ഒരു വാശി നമ്മൾ ഏറ്റെടുക്കാം. അതൊരു പ്രചോദനമായിട്ട് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. നമ്മുടെ മടി കൊണ്ട് നമ്മൾ മാറ്റിവെക്കാറുണ്ട്. അല്ലെങ്കിൽ ഇന്ന് മഴ പെയ്തു, ഇന്ന് പോകണ്ട, എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തി എങ്ങനെയെങ്കിലും നമ്മളൊന്ന് ആലോചിക്കാൻ എത്രയേ ഉള്ളൂ. എത്രയോ സ്ഥലങ്ങളിലാണെന്നറിയുമോ ഒരു കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോലും വേദനിക്കുന്ന എത്രയോ മക്കളുണ്ടെന്നറിയോ. നമുക്കൊക്കെ എത്രയൊക്കെ സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് ഓടി വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കാം. ഏത് സാഹചര്യത്തിലും ഏത് മണിക്കൂറിലൊന്ന് ചിന്തിച്ചാൽ മതി, നമുക്കൊന്ന് പോകാൻ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെയുണ്ട്. പക്ഷേ നമ്മൾ മടി കൊണ്ടും അതുപോലെ മാറ്റിവെച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുമ്പോഴുണ്ടല്ലോ, പിശാച് നമ്മളിങ്ങനെ പ്രലോഭനപ്പെടുത്തിക്കൊണ്ടിരിക്കും. പിന്നെ ആകട്ടെ, ഇപ്പോൾ പോകണ്ട, വൈകിട്ടത്തെ കുർബാനയ്ക്ക് പോകാം, വൈകിട്ടാകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരും, പിന്നെ ഇന്ന് വേണ്ട, നാളത്തേക്ക് മാറ്റാം. ഇതാണ് നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ മാറ്റിവെച്ച് നമ്മൾ ദിവികാരുണ്യം സ്വീകരിക്കാത്തൊരു ദിവസം ഉണ്ടാകരുത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിനൊരു പ്രചോദനം ഉണ്ടാകട്ടെ, ഒരു വാശി ഉണ്ടാകട്ടെ. ദിവ്യകാരുണ്യം സ്വീകരിക്കാത്ത ഒറ്റ ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. പ്രാർത്ഥിക്കാം.